ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷ് വന്ന് കയറുമ്പോൾ മഹേഷ് ഭയങ്കര സന്തോഷത്തിലാണേ. അപ്പോൾ തന്നെ രാമൻ ചോദിക്കും, എന്താ മഹേഷേ, നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ? അതല്ല അച്ഛാ, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. എന്താ മഹേഷ് നീ പറയുന്നത്? അച്ഛാ, ഞാൻ ആദ്യമേ കണ്ടു എൻ്റെ മകൻ എന്നെ ഡാഡി എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നും പറഞ്ഞാൽ ഇഷിതയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത എത്തിയിട്ടില്ല കേട്ടോ. ആ സമയത്താണ് ഇഷിതയുടെ വരവ്. അപ്പോൾ മഹേഷും വീട്ടുകാരും ആദ്യയെക്കുറിച്ചുള്ള ആ സംസാരം നിർത്തിവെക്കാട്ടോ. സ്വപ്നവല്ലിക്കാണെങ്കിൽ ഇഷിതയെ കാണുമ്പോൾ ആകെ ഒരു ചമ്മലോടെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ സോറി പറയാം, എന്തായാലും സോറി പറഞ്ഞല്ലേ പറ്റൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇഷിതയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നേരെ റൂമിലോട്ട് പോവാണ്. ആ സമയത്ത് മഹേഷും റൂമിലേക്ക് ചെന്നിട്ട് ഇഷിതയോട് വിനോദിനെ കണ്ട കാര്യത്തെക്കുറിച്ചും അതെന്താ പറയാതിരുന്നതെന്നും എല്ലാം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അനിയനുള്ള രഹസ്യം എന്നോട് പറഞ്ഞില്ലല്ലോ. ഇനി എന്തെങ്കിലും മഹേഷിന് രഹസ്യമുണ്ടോ? ചിലപ്പോൾ ഇനിയും ഒരു ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇനിയും ഒരു മകനുണ്ടെന്ന് പറഞ്ഞേക്കാം എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇനി വിനോദ് എന്തെങ്കിലും ആദ്യയെക്കുറിച്ച് ഇഷിതയോട് പറഞ്ഞോ എന്നുള്ള കാര്യത്തിൽ. അതിനുശേഷം രാമനാണെങ്കിൽ സ്വപ്നവല്ലിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് സോറി പറയാനുള്ള ഒരു പ്രതീതിയാണ് സ്വപ്നവല്ലി എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം രചനയാണെങ്കിൽ ആകാശിനോട് ആദ്യയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എന്തായാലും മഹേഷിന്റെ കയ്യിൽ തന്നെ ഉണ്ട് ആകാശ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ് അങ്ങനെയാണോ? അവൻ്റെ അച്ഛനോട് വെറുപ്പല്ലേ, പിന്നെ എങ്ങനെ അവൻ്റെ അടുത്തേക്ക് പോവാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിൽക്കുമ്പോൾ അപ്പോൾ രചന പറയുന്നുണ്ട്, ആദ്യയെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ആകാശ് എന്താ ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നതെന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്